അയ്യോ പാസ്പോർട്ട് ഇല്ലെങ്കിൽ ഇവൾക്ക് ഗൾഫിൽ പോകാൻ പറ്റൂലല്ലോ. പാസ്പോർട്ട് ഇല്ലാതെ എയർപോർട്ടിനകത്തോട്ട് കയറ്റി വിടുപോലും ഇല്ല. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ടാണ് ഇപ്പൊ യാത്രക്ക് ഒരുങ്ങണത്. വാപ്പാ പാസ്പോർട്ട് ഇല്ലാത്തോണ്ട് എനിക്ക് ഗൾഫിൽ പോകാൻ പറ്റിയില്ലെങ്കിലേ വാപ്പയെ കൊല്ലും ഞാൻ. അതെ മജിക, ഇത് അവിടെ പോയിട്ട് എടുക്കാൻ പറ്റുമോ? എന്റെ പുണ്ണി, ഇത് അവിടെ പോയിട്ട് എടുക്കാൻ എന്തോ ഇത് പാസ്പോർട്ടാണ് പുണ്ണി. ഫ്ലൈറ്റ് കയറണമെങ്കിൽ പാസ്പോർട്ട് വേണം. മോളെ ഗൾഫിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല. നമുക്ക് ഈ അടുക്കളപ്പുറവും കൊട്ടിലപ്പാട്ട് തറവാടും ഒക്കെ ആയിട്ട് ഇവിടെ കഴിയാം. നിനക്ക് ഗൾഫിൽ പോകാൻ വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. അമ്മ എന്ത് വർത്താനേ പറയുന്നേ? ഞാൻ ഗൾഫിൽ പോകാൻ അത്രയും കൊതിച്ചു പോയില്ലേ? പോകാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ മോളെ? അവളുടെ ഒരു സങ്കടം കണ്ടോ മജിക? നിങ്ങൾ എന്താ ആളാണ്? ഇത്രയും കാലം ദുബായിൽ പോയിട്ട് ഒറ്റ മോഡലുള്ളൂ. അവക്കൊരു പാസ്പോർട്ട് എടുത്ത് വെച്ചൂടായിരുന്നു നിങ്ങൾക്ക്. എന്റെ അപ്പുണ്ണി, നിങ്ങളൊക്കെ ഇത് ഏത് ലോകത്താ? ഇപ്പൊ പാസ്പോർട്ടിന് ഒരുപാട് സമയമൊന്നും വേണ്ട എടുക്കാനായിട്ട്. 3 ദിവസം കൊണ്ട് പാസ്പോർട്ട് കിട്ടും. 3 ദിവസം കൊണ്ട് പാസ്പോർട്ട് കിട്ടോ? കിട്ടും മോളെ. അതായത് ഈ എമർജൻസി ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. അപ്പൊ സാധാരണ പാസ്പോർട്ട് മുമ്പാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. ഇത് അങ്ങനെയല്ല, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ട് വെരിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ അല്ല മജീദ്, അത് വല്ല ഡ്യൂപ്ലിക്കേറ്റും ആയിരിക്കോ? ഡ്യൂപ്ലിക്കേറ്റാ? ഒറിജിനൽ പാസ്പോർട്ട്. അല്ല മജിക, അതിന് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും അല്ലേ? ശരി, പൈസ കൂടുതലാണ്, എന്നാലും നമ്മുടെ കാര്യം നടക്കുമല്ലോ. അമ്മേ, എനിക്ക് പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടുമെന്ന് കേട്ടപ്പോഴേ അമ്മയ്ക്ക് എന്താ ഒരു വിഷമം പോലെ? അയ്യോ, അമ്മയ്ക്ക് വിഷമമൊന്നുമില്ല, അമ്മയ്ക്ക് സന്തോഷല്ലേ. മോൾ എത്രയും വേഗം പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ കൊടുക്കട്ടാ. ആങ്ങളെ, ആങ്ങളെ. ആഹാ പെങ്ങളെ. അല്ല, ഇതെന്തോ ഒരു സഞ്ചിയൊക്കെ കൊണ്ടുവന്നേക്കുന്നത്? അതെ, ആങ്ങളേക്ക് എന്തെങ്കിലും കൊണ്ടുവന്നാണോ പെങ്ങളെ? പിന്നെ അതെ, ആങ്ങളെല്ലാം കൊട്ടലപ്പാടുന്ന് ഗൾഫിലേക്ക് പോകുന്നത്. ഷാഹിനാമോളല്ലേ, അവക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഷാഹിനാമോൾ എന്തിയേ? ഉണ്ട്. ഷാഹിനാമോളെ. അപ്പച്ചി. ആഹാ, മോളിവിടെ ഉണ്ടായിരുന്നു. വിവരങ്ങളൊക്കെ അപ്പച്ചി അറിഞ്ഞ് അപ്പച്ചിക്ക് ഒത്തിരി സന്തോഷായി. എന്നാ മക്കള് പോകുന്നേ? അപ്പച്ചി ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ടിക്കറ്റ് കിട്ടിയാലേ അറിയുള്ളൂ എപ്പോഴാ എന്നാന്നൊക്കെ. ടിക്കറ്റ് കിട്ടണമെങ്കിൽ പെങ്ങളെ പാസ്പോർട്ട് കിട്ടണ്ടേ? അപേക്ഷ കൊടുത്തിരിക്കുക. അയ്യോ, അപ്പൊ പാസ്പോർട്ട് ഇല്ലേ? എന്റെ മോള് നടന്നാണോ പോണത്? അങ്ങനെയല്ല അപ്പച്ചി, എന്റേതേ എമർജൻസി പാസ്പോർട്ടാ, അത് വേഗം കിട്ടും. പെങ്ങളെ, ഈ പോലീസിന്റെ അന്വേഷണവും വെരിഫിക്കേഷനും കഴിഞ്ഞാൽ സാധനം കിട്ടാൻ കുറച്ച് വൈകും. എന്റെ അച്ഛാ, വീട്ടിലൊരു രാഷ്ട്രീയക്കാരനുള്ളപ്പോ ഇതൊക്കെ വലിയ പാടാണോ? പങ്ക്യാമനൊന്ന് വിളിച്ചു പറഞ്ഞാലേ ഇതൊക്കെ വേഗം നടക്കും. നിന്റെ വെരിഫിക്കേഷൻ ശരിയാക്കി തന്നെയാണോ എന്റെ പണി? പങ്ക്യാമ ചതിക്കല്ലേ. പങ്ക്യാമൻ എന്നോട് പറഞ്ഞല്ലേ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് വെരിഫിക്കേഷൻ ഒക്കെ വേഗത്തിലാക്കാന്ന്. അതൊക്കെ പറഞ്ഞു. പക്ഷേ ഗൾഫിൽ പോവാന്ന് കേട്ടപ്പോ നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടി ഉണ്ടോന്ന് എനിക്കൊരു തോന്നുന്നു. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചു. അമ്മാവാ, അതൊക്കെ അമ്മാവന്റെ തോന്നല. പിന്നെ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എനിക്കുണ്ട്, അല്ലാതെ എനിക്ക് അഹങ്കാരം ഒന്നുമില്ലേ. ഉറപ്പാണോ? ഉറപ്പാ. നോക്കട്ടെ, ശരിയാകാം. പിന്നെ വേറൊരു കാര്യം, ഗൾഫിലെ ആളുകൾ ഉണ്ടായാലും ഗൾഫിൽ പോണെങ്കിൽ ഗൾഫിലേക്കുള്ള പാസ്പോർട്ട് ശരിയാക്കാൻ ഞങ്ങളെ പോലുള്ള ചില പ്രവർത്തകർ വേണമെന്ന് മോൾക്ക് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ പങ്ക്യമ്മാവനും കൂട്ടരും അത്ര മോശക്കാരല്ല. അപ്പോ പാസ്പോർട്ടിന്റെ കാര്യം തീരുമാനമായ സ്ഥിതിക്ക് മോളിതങ്ങോട്ട് പിടിച്ചേ. ഇതെന്താ അപ്പച്ചി? ഇത് കുറച്ച് അവലോസ് പൊടി, ചിപ്സ്, അച്ചാറ്, അങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ്. ചമ്മന്തിപ്പൊടിയുണ്ട്. ഈ ഏർപ്പാടൊന്നും ഇപ്പോഴും നിർത്താറായില്ലേ? ഇതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാണ് എന്റെ അപ്പച്ചി. അവിടെ കിട്ടാത്ത സാധനങ്ങളില്ല. ഒന്നാമത്തെ കാര്യം, ഇത്ര അധികം ചമ്മന്തിപ്പൊടി ഗൾഫിലേക്ക് കയറ്റിവിടാനായിട്ട് ഗൾഫുകാർ 3 നേരം ചമ്മന്തിപ്പൊടിയാണോ തിന്നണത്? അതൊക്കെ ഒരു കീഴ്വഴക്കം അല്ലേ ഇവിടെ ഭംഗി. അപ്പച്ചി, ഞാൻ എന്തായാലും സന്തോഷത്തോടെ സ്വീകരിച്ചോട്ടാ. മതി മോളെ. പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടി വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇവിടെ എടുക്കാം. വേണ്ട, ബുദ്ധിമുട്ടാവും. പങ്ക്യാമ, ഇങ്ങനെ ഒന്ന് തിരിച്ചതൊക്കെ മതി. വേഗം പോയിട്ടെ എന്റെ പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ ശരിയാക്കിക്കേ. കണ്ടോ അഹങ്കാരം കൂടി കണ്ടോ? ഞാനിത് വേണ്ടാന്ന് അത് വേണ്ട, അത് വേണ്ട. വാ, നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് പോയാ. നല്ല ക്ഷീണുണ്ട്.
അയ്യോ 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 എന്താ പറ്റി കുട്ടിയെ എന്താ പറ്റി മൊബൈൽ നോക്കി തല ഇറങ്ങിയോ തല ഇറങ്ങിയേ ഏ എന്റെ അമ്മാവ ഞാൻ റീൽസ് എടുക്കായിരുന്നു. ആരുടെ ജീൻസ് അയ്യോ ജീൻസ് അല്ല, ഏ? റീൽസ്, വീഡിയോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാനേ വീഡിയോ എടുക്കായിരുന്നു. അതെന്തിനാ അത് ഇങ്ങനെ എടുത്താ പോലെ എന്തിനാ ഇങ്ങനെയൊക്കെ കറങ്ങിയിട്ട് എടുക്കണേ ഇങ്ങനെ എടുത്താലേ എന്നെ മാത്രല്ലേ കിട്ടുള്ളൂ. ആ. അപ്പൊ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ കൊട്ടിലപ്പാട്ട് മുഴുവൻ കിട്ടും. ഒരു കഷ്ടം എന്തൊക്കെ പെടാപാടപ്പെടുത്ത കുട്ടികളുടെ ഓരോ കാര്യങ്ങള്. അതെ, ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ജീവിക്കാൻ വലിയ പാടാ. ഇതൊക്കെ അറിഞ്ഞാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങളതിന് പഴയ കാലത്തെ ആൾക്കാരല്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ എന്തിനാ? അമ്മാവാ, എന്റെ പ്ലാൻ എന്താണെന്നറിയാം. ഞാൻ എന്തിനാ ഇപ്പൊ ഈ വീഡിയോ എടുത്തതെന്നറിയോ? അതായത് ഞാൻ ഇങ്ങനെ നിന്ന് കൊട്ടലപ്പാട്ടിന്റെ ഫുള്ള് വീഡിയോ എടുക്കും. അപ്പൊ എന്ത് ചെയ്യും, എന്നിട്ട് ഇത് പോസ് ചെയ്യും. ഇവിടുത്തെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പോസ് ചെയ്യും. എന്നിട്ട് ഞാൻ ഗൾഫിൽ ചെന്നിട്ട് ഇതേപോലെ വീഡിയോ എടുക്കും. ഇങ്ങനെ കറങ്ങിക്കൊണ്ട് വീഡിയോ എടുക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്നാക്കും. അപ്പൊ എന്താവും, ഒറ്റ കറക്കത്തിന് കൊട്ടലപ്പാട്ടൊന്ന് ഞാൻ ഗൾഫിലെത്തും. അപ്പൊ വിസ വേണ്ടേ? വിസ വേണ്ടെന്നല്ല, ഞാൻ വീഡിയോയുടെ കാര്യം മാത്രം അറിഞ്ഞു. നീ ആളവിടെ എത്തണം, വിസ ഒക്കെ എടുത്ത് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അല്ലേ? അത് വേണം. അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ എടുക്കും. ശരി ശരി നടക്കട്ടെ, ഞാൻ കോട്ടയം. അയ്യോ പോവല്ലേ അമ്മാവാ. അമ്മാവന്റെ കൂടെ എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റോ? എന്റെ കൂടെ നിനക്ക് വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്തിട്ട് നിനക്ക് എന്താ കാര്യം? ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമത്? അതല്ല, അമ്മാവന്റെ കൂടെ എടുത്താലേ ചിലപ്പോ ഞാൻ വൈറലാവും. ഇതേപോലെ ഒന്നിടെ കറങ്ങുന്നേ. എന്തിന്? അല്ല, എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാൻ ഒരൊറ്റ വീഡിയോ നിൽക്കുക. അല്ല കുട്ടി, ഞാൻ എന്റെ കൂടെ ഇപ്പൊ നീ എടുത്തു. അപ്പൊ നീ ഗൾഫിൽ പോയിട്ട് കറങ്ങുമ്പോ നിന്റെ കൂടെ കറങ്ങാൻ ഞാൻ ഇല്ലല്ലോ, ഞാൻ ഇവിടെ അല്ലേ? എന്റെ കൂടെ അവിടെ നിൽക്കാൻ ആരാ ഉള്ളത്? അതെ, ഞാൻ പറഞ്ഞുതരാ. ഞാൻ ഇവിടെ നിന്ന് അമ്മാവന്റെ കൂടെ കറങ്ങി, ഇതേപോലെ ഞാൻ ഗൾഫിൽ മരുഭൂമിയിൽ ചെന്നിട്ട് ഒട്ടകത്തിന്റെ കൂടെ കറങ്ങും. അതിന് നിന്റെ വാപ്പ മജീദിനെ വിളിച്ചോട്ടോ. മജീദിന് ആദ്യം ഗൾഫിലേ ഒട്ടകത്തിനെ നോക്കലായിരുന്നു പണി. അതിന് എന്റെ കിട്ടില്ല ഒട്ടകത്തിന് പകരമായിട്ട് നിൽക്കാൻ. അമ്മാവാ, വാപ്പയ്ക്ക് ഇതൊന്നും ഇഷ്ടല്ല, അതുകൊണ്ട്. അത് എനിക്കും ഇഷ്ടല്ലേ? അമ്മാവന് ഇഷ്ടം എനിക്കറിയാം. എന്തൊക്കെ ഈ കുട്ടി പറയണം. അമ്മാവാ, എനിക്ക് പറ്റിയ കറക്റ്റ് ആള് വരുന്നത്. അപ്പച്ചി, ഇതാ ഷായന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വിളിക്കണ്ട അപ്പച്ചീനെ. എന്തെടുക്കാന്? ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അപ്പച്ചിയുടെ കൂടെ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കുക. ഇവളുടെ പ്ലാൻ എന്താണെങ്കിലേ, ഇവിടെ നിന്നിട്ട് അപ്പച്ചിയുടെ കൂടെ ഒരു വീഡിയോ എടുക്കും. എന്നിട്ട് ഇവിടെ ഗൾഫിൽ പോവല്ലോ, അപ്പൊ അവിടെ അപ്പച്ചിക്ക് വരെ ഒരു ഒട്ടകത്തിന്റെ കൂടെ നിന്നിട്ട് വീഡിയോ എടുക്കുക. ഇവള് പറഞ്ഞോ? എന്ന് പറഞ്ഞോന്ന് ചോദിച്ചാൽ ആദ്യം എന്നോടാ പറഞ്ഞത്. പക്ഷെ എനിക്ക് നിൽക്കാൻ നേരില്ലാത്തതുകൊണ്ട് അപ്പച്ചിയുടെ കൂടെ നിന്ന് എടുക്കാന്ന് പറഞ്ഞു. അതാകുമ്പോ കറക്റ്റാന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് പറയുന്നിടത്ത് നിൽക്കാനുള്ള നല്ല ബാലാമണി, മനസ്സിലായോ? ഇനി നിങ്ങൾ തമ്മിലായിക്കോട്ടോ. അമ്മാവനെ പിടിച്ചെടുത്തോണ്ട് ഒരാവശ്യം എനിക്കില്ലായിരുന്നു. അപ്പച്ചി ഇങ്ങനെ നോക്കണ്ട, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, അമ്മാവനെ പറഞ്ഞേ. നീ അവരല്ല, അതിലപ്പുറവും പറയും, എനിക്കറിയാം. പറഞ്ഞോ. അപ്പച്ചി സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞില്ലേ, പറയാതെയാണ് ഞാൻ എന്നോട് പറഞ്ഞത്. അതിനെ ഒട്ടകത്തിന് പകരം നിർത്താനായിട്ട് നിന്റെ വാപ്പ മജീദിനെ കൊണ്ടുപോയാൽ മതി. അഹങ്കാരി. അമ്മാവനും പറഞ്ഞല്ലോ വാപ്പ നിർത്തിയാ മതി. അവൻ പറഞ്ഞ സത്യം, ഞാൻ പറഞ്ഞത് സത്യം. അതെങ്ങനെ ശരിയാവും? വാപ്പ നല്ല തടിച്ചിട്ടല്ലേ? തടിച്ച ഒട്ടകം ഉണ്ടോ? അടി, അവിടെ തടിച്ച ഒട്ടകം, വയറുള്ള ഒട്ടകം ഉണ്ട്. അതെ, അപ്പച്ചിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂലെങ്കിൽ വേണ്ട. ഞാനേ ഗൾഫിൽ പോയിട്ട് എന്റെ അമ്പിളിക്കയുടെ കൂടെ എടുത്തോ. അപ്പൊ പിന്നെ ഒട്ടകത്തിന്റെ ആവശ്യമില്ലല്ലോ, ഒറിജിനൽ ഒട്ടകത്തിന്റെ കൂടെ നിന്ന് എടുത്താൽ മതി. അപ്പച്ചിക്ക് പറ്റൂലെങ്കിൽ പോയേ. നീ പണങ്ങിയോ ഉടനെ? അപ്പച്ചി ഇതൊക്കെ പറഞ്ഞെന്ന് കരുതി നീ ദുബായി ചെന്ന് കഴിയുമ്പോ ടോർച്ചൊന്നും അയക്കാതിരിക്കരുത് കേട്ടോ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. പിന്നെ അപ്പച്ചി ഇപ്പൊ ശത്രുവൊന്നും അല്ലല്ലോ, ഞാൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നല്ലേ. അപ്പൊ എനിക്ക് ഒരു വെണ്ണം കൊടുത്തു വിടണം കേട്ടോ. അപ്പച്ചിക്ക് നല്ലതാ തേച്ച് കുളിക്കാൻ. ഞങ്ങൾക്ക് വീഡിയോ കൊടുക്കണം, എടുത്തോ. ഞാൻ അങ്ങോട്ട് വരണോ, നീ ഇങ്ങോട്ട് വരുന്നോ? വേണ്ട, ഞാൻ കൊണ്ടുവരാം ഇങ്ങോട്ട്. നീ അവിടെ വീടണ്ട. ഇത്രയേ ഉള്ളു കാര്യം, ഈ പെണ്ണിന്റെ ഒരു കാര്യം. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. അതെ, അവളെല്ലാം പറഞ്ഞിട്ട് എന്നെ കൊച്ചു കുഞ്ഞെന്ന് പറഞ്ഞാൽ മതി. പോടിയോ, നിന്നോടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. എന്നിട്ട് ഇവിടെ എല്ലാരോടും പറയുന്നുണ്ടല്ലോ. അവിടെ നിക്ക, ഞാനേ വീഡിയോ എടുക്കാവേ. എന്റെ കൂടെ കറങ്ങോ? വേണ്ട, തല ഇറങ്ങിയാലോ, ഞാൻ എടുത്തോളാം. കറക്കമൊക്കെ നീ മതി. ഇതിൽ നോക്കണേ, ചിരിക്കണം താഴേന്ന്. ജമാലേ, ഈ ചെറിയ ചെറിയ സാധനങ്ങളെ
ആദ്യം പെട്ടിയുടെ അടിയിൽ ഇങ്ങനെ നിരത്തി വെക്കാം. ഓക്കെ എന്നിട്ട് അതിന് മേലെ വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ വെക്കാം. അപ്പൊ ഫില്ലാവും കേട്ടോ. ഓക്കെ. എടാ പുണ്യേ, ആ. ഇത് സാധനം കുറെ ഉണ്ടല്ലോടാ. തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സാധനം മുഴുവൻ ഷാഹിന അങ്ങോട്ട് ദുബായി കൊണ്ടുപോവാണോ? എന്റെ അപ്പച്ചി, ആ. ഇതിലുള്ള പകുതി സാധനം മാത്രമേ നമ്മുടെ ഷാഹിനേന്റെ ഉള്ളൂ. ബാക്കിയത്തെ നാട്ടുകാർ അവിടെ ഉള്ള ബന്ധുക്കൾക്ക് വേണ്ടി തന്നയച്ചതാ. അത് ശരി. നമ്മൾ എന്നെ കൊണ്ടുപോകേണ്ടതൊക്കെ. ആ. ഞാൻ കൊണ്ടുവന്ന ചിപ്സും മിക്സറും അവലോസോടിയും ചമ്മന്തിപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? അപ്പച്ചിയെ ആ. മിക്സറും അവലൂസ് പൊടിയും ചമ്മന്തിപ്പൊടിയും വെച്ചിട്ടുണ്ട്. അപ്പൊ ചിപ്സോ? ചിപ്സ് എന്താ ചെയ്തേ? ചിപ്സോ? ആ. ചിപ്സ് ഞങ്ങളിതൊക്കെ എടുത്തു വെക്കായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു ഓളത്തില് അങ്ങ് തിന്നു. ഓ, അവന്റെ അമ്പിളി മോന് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന സാധനമാ. അപ്പച്ചിയെ ആ. സുലുത്താത്ത കൊടുത്തു വേണ്ട ചിപ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഈ പെട്ടിയിൽ നിറച്ചിട്ടുണ്ട്. അതൊക്കെ അവന് തിന്നാ അവന് ഒരുപാട് ചിപ്സ് തരും. അവന് വല്ല രോഗം വരും, കൊളസ്ട്രോൾ ഒക്കെ വരും. അല്ലെങ്കിൽ ചിപ്സ് കിട്ടാത്ത നാട്ടിലും നല്ല ലംബടി ഉള്ളത്. അതെ. ഇത് വെച്ചോ അവിടെ. ഇതേ ആ. ഒരു പെട്ടി കൂടി വേണ്ടി വരും കേട്ടോ. അല്ല, ഇതിപ്പോ എത്ര കിലോ ഉണ്ടാവും? 45 കിലോ അല്ലേ കൊണ്ടുപോകാൻ പറ്റിയ? 45 ഒന്നുമില്ല, 22 കിലോറ്റോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 22 പറ്റുള്ളൂ. ആ. ഇതിപ്പോ എല്ലാം കൂടി ഭക്ഷണ കറുത്ത് നിന്നിട്ടേ കസ്റ്റമേഴ്സ് പിടിക്കുമെന്നാ. ആര്? കസ്റ്റമേഴ്സ് അതാരാ? ആ വെള്ളയും ചെക്കിങ് നടന്ന ആൾക്കാർ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ളേ. നീ നിന്നെ കരുനാക്ക വിളിച്ചൊന്നും പറയില്ലട്ടോ. അവരൊന്നും പിടിക്കൂല. ആവശ്യത്തിന് കൊണ്ടോണല്ലേ. ഇനി ആ. ഈ 2 ഗ്യാപ്പുള്ളൂ. ആ. ഈ ഗ്യാപ്പിലേക്ക് കൊള്ളുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കെട്ടാം. ഒരു പ്ലാസ്റ്റിക്കിന്റെ കയറെടുത്തിട്ടേ ഇവിടെ കെട്ടിയാ മതി. പേര് എഴുതി തന്നിട്ടേ. പേര് എഴുതിണ്ടല്ലോ. ആ പേരും കൂടെ ആ, ഇത് പശ കൊണ്ട് ഒട്ടിക്കണം. ആ. എന്നിട്ട് ഇതിന് മേലെ പ്ലാസ്റ്റിക്കിന്റെ കയറ് കൊണ്ട് കെട്ടണം. മുറുക്കി കെട്ടണം. മുറുക്കി കെട്ടണം. അപ്പൊ ഒട്ടിയല്ലേ? അതെ, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇതെവിടെ വെക്കും? ഇതെന്താ? എന്റെ മാമ എന്ത് പണിയാ കാണിച്ചേ? ഉമ്മ കൊണ്ടുവന്ന അച്ചാർ റൂമിലിരിക്കല്ലായിരുന്നോ? അള്ളാ എന്റെ റബ്ബേ, ഞാനത് മറന്ന്. എന്റെ അപ്പുണ്ണി, ഈ അച്ചാറങ്ങ ദുബായിൽ എത്തിയില്ലെങ്കിലേ ഇത്തന്റെ തല തല്ലി പൊളിക്കും. ആ, നന്നായി. അങ്ങനെ എടുക്കുന്ന ഇതൂടെ വെച്ചേ. എന്തായാലും ഇനി ഓർത്തല്ലോ, നന്നായി മോളെ. വെയിറ്റ് കൂടിയല്ലേലും ഇത് അമ്പിളിന്റെ കയ്യിൽ എത്തണം. അതെ, ഒരു കാര്യം പറയാം. വെയിറ്റ് കൂടിയാലും ഇല്ലെങ്കിലും ശരി, ഇതെടുത്ത് മാറ്റാൻ പറ്റൂലേ? ഇനി എയർപോർട്ടിൽ നിന്ന് ഓരോരുത്തർ മാറ്റിക്കോളും അല്ലേ? എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ. ഇനി കെട്ടാട്ടോ. അത് ഒട്ടിച്ചിട്ട് ഇത് ഒട്ടിക്കണം. ഷാഹിന അമ്പിളി കൊട്ടിലപ്പാട്ട് ദുബായ്. ഇതെന്താ പുണ്യായിട്ട് എഴുതിയേക്കണേ? ഇത് ഞാനല്ലേ എഴുതിയത്. ഇതാ ജമാല. എന്തെന്താ മാമ ഇത്? ഏ ഇങ്ങനെയാണോ എഴുതുക? അതിനെന്താ? ഇതിലെന്താന്നോ? ആ. ഇതെന്തിനാ ഈ കൊട്ടിലപ്പാട്ടെന്ന് ഇവിടെ എഴുതിയേക്കുന്നേ? ഈ കുട്ടിലെ പാട്ട് നല്ലേ പോകുന്ന അപ്പോ. എന്റെ മാമ, കൊട്ടിലപ്പാട്ട് എവിടെ? എയർപോർട്ട്. ആ, അത് നേരാണല്ലോ. കൊച്ചിയിൽപ്പാട്ട് എയർപോർട്ടിലല്ലോ, കൊച്ചിയിലല്ലേ? അപ്പൊ കൊച്ചി ടു ദുബായ് എന്നല്ലേ എഴുതണ്ടേ? അങ്ങനെ ഏതുണ്ട്? അമ്മ മാറ്റി എഴുത്. ഞാൻ മറ്റേ അയക്കാം. എന്റെ പൊന്ന് ഷാഹിന, നീ ആ മണ്ടന്മാരെ എഴുതിയത് കീറി ദൂരോട്ട് കളഞ്ഞിട്ട് നീ വേറെ നല്ല പോലെ എഴുതി ഒട്ടിക്കേ. അപ്പച്ചേ, ഈ മണ്ടന്മാരെ എത്ര നേരം ഇതൊക്കെ പാക്ക് ചെയ്തോ, അത് മറക്കണ്ട. വെറുതെ അല്ലല്ലോ, അതിനുള്ള ചിപ്സ് നിങ്ങൾ തിന്നില്ലേ? നീ അത് മാറ്റി എഴുതുന്ന എന്താ? 1/2 കിലോ ചിപ്സ് തിന്നേനാണ് ഈ വർത്താനം. അല്ല പിന്നെ എഴുതിക്കോ. ഞാൻ എഴുതണോ? വേണ്ട, ഞാൻ എഴുതിക്കോളാം, ബുദ്ധിമുട്ടണ്ട. 2 അക്ഷരത്തിന്റെ കാര്യമല്ലല്ലോ, വലിയ വലിപ്പത്തിൽ എഴുതണേ. അപ്പച്ചി, അപ്പച്ചി എയർപോർട്ടിൽ എല്ലാവരും അപ്പച്ചിനെ പോലെ കണ്ണു കാണാത്ത ആൾക്കാരല്ല. ഓ, ദാ ഷൈന, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോ. നിനക്കിപ്പോ ടിക്കറ്റും വിസയും ഒന്നും വന്നില്ലല്ലോ. ഇല്ല. പിന്നെ എന്തിനിപ്പോ ഇത്ര നേരത്തെ പെട്ടി പാക്ക് ചെയ്യുന്നേ? ആ, അതോ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചാലേ നമുക്ക് ടിക്കറ്റ് വന്ന അപ്പൊ തന്നെ പോവാലോ. ഇപ്പൊ ഇന്ന് വൈകിട്ട് നമുക്ക് ടിക്കറ്റ് വന്നെന്ന് വിചാരിക്കും. ഇന്ന് വരുവോ? ഓ, വിചാരിക്കാൻ എന്റെ അപ്പുണ്യേട്ടാ. വിചാരിക്കാനാ? ഓ, വിചാരിച്ചാ മതി. ആ, അപ്പൊ നാളെ നമുക്ക് പോണെങ്കിലേ നമുക്ക് അപ്പൊ തന്നെ പോവാലോ. നാളെ എനിക്ക് ഒഴിവുണ്ടാവോ? ആളെ വേറെ പണിയൊന്നുമില്ല. അയ്യോ, അതിന് ഞാൻ നാളെ പോകുന്നില്ലല്ലോ. അപ്പൊ പോണില്ലേ? പക്ഷെ അങ്ങനെയല്ല, ഞാൻ പോകും, പക്ഷെ നാളെ അല്ലാന്ന്. ആ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോഴേ പാക്ക് ചെയ്ത് വെക്കുന്നത്. മോളെ ഷാഹിന, നീ പോയിട്ട് വരുമ്പം അപ്പച്ചിക്ക് 2 സാധനം കൊണ്ടുവരണം. മനസ്സിലായി എനിക്ക്. ടോർച്ചും 2 ടൈഗർ ബാമല്ലേ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഒന്നില്ലേ, ഞാനൊരു ഗൾഫുകാരന്റെ ഭാര്യയല്ലേ അപ്പച്ചി. ഇതുവരെ ഞാൻ ഒരു ഗൾഫുകാരന്റെ ഭാര്യ, ഇനി ഞാനും ഗൾഫുകാരി. അത് ശരി. ഒട്ടിക്ക് അപ്പുണ്യേട്ടാ. ആ, ഒട്ടിക്കാം. വേഗം ആവട്ടെ. പാസ്പോർട്ടൊക്കെ രാവിലെ കിട്ടി. ഞാനേ കോപ്പി എടുത്ത് അയച്ചു തരാട്ടോ. പിന്നെ സന്തോഷായില്ലെന്നോ? എനിക്ക് ഭയങ്കര സന്തോഷായി. പെട്ടിയൊക്കെ നേരത്തെ പാക്ക് ചെയ്തു. അപ്പുണ്ണിയണ്ണും മാമയും കൂടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തേ.
ഞാൻ റെഡി ആയിട്ടിരിക്കും അങ്ങോട്ട് വരാൻ. ആ പിന്നെ സംസാരിച്ച് വെറുതെ സമയം കളയണ്ട, ജോലിക്ക് പോകാനുള്ളതല്ലേ. എന്തായാലും നമ്മൾ നേരിട്ട് കാണുമല്ലോ. ആ ഇനി പിന്നെ വിളിച്ചാ മതി. ശരി. എന്താടി നേരിട്ട് കാണുന്നായപ്പോ ഫോൺ ചെയ്യാനൊന്നും വയ്യേ? ഇനി ഇവൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ ജോലിക്ക് പോകാതെ ഇവളുമായിട്ട് കറങ്ങി നടക്കുമെന്നുള്ളത് എന്റെ കുമാരി എനിക്ക് പേടി. അപ്പച്ചി അങ്ങനെ പറയല്ലേ, ജോലി കഴിഞ്ഞിട്ടുള്ള കറക്കമൊക്കെ ഉള്ളൂ. ആ എടി, എന്നാലും നിനക്ക് പേടിയില്ലേ ഇത്രയും ദൂരം ഫ്ലൈറ്റിലിരുന്ന് പോവാൻ വേണ്ടിട്ട്? എന്തിന്? അല്ലെ എനിക്ക് ഇപ്പോഴും അമ്പലത്തിൽ പോണെങ്കിൽ അപ്പുണ്ണിയേട്ടൻ വേണം. അതുകൊണ്ടാണ് ഈ അമ്പലവും തൊഴുത്തും വീടും അമ്പലവും തൊഴുത്തുമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഇത് കണ്ടോ, പെമ്പിള്ളേര് കണ്ടോ, അവള് കെട്ടിയവനെ മയക്കി ദുബായിക്ക് പോവുക അല്ലേ? ദേ അപ്പച്ചി, ഞാൻ കെട്ടിയവനെ മയക്കി ദുബായിക്ക് പോകുന്നല്ല. അമ്പിളിക്കൊക്കെ എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേ. അതുപോലെ എനിക്ക് തിരിച്ച് സ്നേഹം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണം, അത്രേ ഉള്ളൂ. അതിപ്പോ അമ്പിളിയേട്ടൻ അവിടെ ആയതുകൊണ്ടല്ലേ നിനക്ക് പോകാൻ പറ്റിയത്, ഇല്ലെങ്കിൽ പിന്നെ പോലെ ഇവിടെ തന്നെ ഇരിക്കില്ലേ? ചേച്ചി, നമ്മളെ തമ്മിൽ താരതമ്യം ചെയ്യരുത് കേട്ടോ. അമ്പിളിക്ക് എന്നെ ഗൾഫിൽ കൊണ്ടുപോയില്ലെങ്കിലേ ഞാൻ ഇന്ന് പാസ്പോർട്ട് ഉള്ള ഒരു ഇന്ത്യക്കാരിയാ. പാസ്പോർട്ടുള്ള അതിന് ചേച്ചിക്ക് പാസ്പോർട്ട് ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള യോഗ്യതയും കഴിവും ഒക്കെ ഉള്ളത് എനിക്കാ. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് എനിക്ക് പാസ്പോർട്ട് തന്നത്. ചേച്ചിക്ക് അതില്ല, അതുകൊണ്ട് ചേച്ചിക്ക് പാസ്പോർട്ടും ഇല്ല. ആണോ? പാസ്പോർട്ട് ഇല്ലാന്ന് വെച്ചിട്ട് കിട്ടില്ലാന്നൊന്നും ഇല്ലല്ലോ. ഞാനും പാസ്പോർട്ട് എടുക്കും. ആ വാശി വേണം. ഈ വാശി ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ. മക്കളെ, നീ പോകുന്നതിന് മുമ്പേ ആ പെട്ടി തുറന്നിട്ട് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം കേട്ടോ. ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. അപ്പച്ചി, ഞാൻ പോകുമ്പോഴേ എനിക്കൊരു കാലി ഭരണി തന്നുവിടണേ. എന്തിനാ അവിടെ പോയി അച്ചാറിടാനാ? അതിനൊന്നും അല്ല. അതെ, എനിക്ക് അവിടുന്ന് മണല് കൊണ്ടുവരാനാ. ആ ഇവിടെ വന്ന് കപ്പലണ്ടി വെറുക്കാനായിരിക്കും അല്ലേ? നല്ല തീരുമാനം. അപ്പച്ചി, ഇവള് അങ്ങോട്ട് ചെന്നിട്ട് 3 മാസം താമസിക്കുമ്പോ കയ്യിലുള്ള പൈസയൊക്കെ തീരുമല്ലോ അമ്പിളിയേട്ടന്റെ. അങ്ങനെ അമ്പിളിയേട്ടൻ കുത്തുവാള എടുക്കും. തിരിച്ചു വന്നു കഴിയുമ്പോ 2 പേർക്കും കൂടി കപ്പലണ്ടിയൊക്കെ വറുത്ത് കപ്പലണ്ടിയും വിറ്റ് അങ്ങ് ജീവിക്കാം. ചേച്ചി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഇത് അതിനൊന്നും അല്ല. എന്തായാലും നിങ്ങൾക്ക് ആർക്കും ഗൾഫിൽ പോകാനുള്ള ഭാഗ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ അവിടുന്ന് മണല് കൊണ്ടുവന്നാ നിങ്ങൾക്കൊന്ന് കാണാനും അതിലൊന്ന് തൊടാനും വേണലും നിലത്ത് വിരിച്ചൊന്നും നടക്കാനും ഒക്കെ പറ്റുമല്ലോ. അതിനു വേണ്ടിയിട്ടാ ഞാൻ കൊണ്ടുവരണേ. അയ്യ, നീ ചന്ദ്രനിലേക്കൊന്നല്ലല്ലോ പോണേ, ദുബായിക്കല്ലേ? ഒരു കാര്യം ഞാൻ പറയാം, വെറുതെ അവിടുന്ന് മണലൊക്കെ വാരിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കൂടുതലാന്നും പറഞ്ഞ് എയർപോർട്ടിൽ പൈസ അടക്കേണ്ടി വരും. അത് മാത്രല്ല, മണൽ കടത്തിന് ഇവളെ അറസ്റ്റിലും ആവും. അതെ, ഇങ്ങനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. ചേച്ചി ആദ്യം പാസ്പോർട്ട് എടുക്ക്, എന്നിട്ട് ഡയലോഗ് അടിച്ചാ മതി. പിന്നെ ഞാൻ ഗൾഫിൽ പോയിട്ട് വരുമ്പോ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും വേണോ? അയ്യോ, പിന്നെ വേണം. ടോർച്ചും ടൈഗർ ബാമും. അതെനിക്ക് ഓർമ്മയുണ്ട്. ഉണ്ടോ? ആ, ഞാനേ ഇവിടെ വേറെ ചിലരോടാ ചോദിച്ചേ. നിന്നോടാ? നിനക്ക് മനസ്സിൽ തോന്നുന്നൊക്കെ ചോദിച്ചു, അവൾ കൊണ്ടുവരും. എനിക്കൊന്നും വേണ്ട. ചേച്ചി അങ്ങനെ പറയില്ലേ, പറ. ചേച്ചിക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ടടി. പറ ചേച്ചി, എന്റെ ചേച്ചിയല്ലേ. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിലേ ക്രീം ഉണ്ടെന്നോ? ക്രീമോ? എന്ത് ക്രീം? ഈ തണുപ്പത്തൊക്കെ ഇങ്ങനെ തേക്കൂലേ, മോയ്സ്ചറൈസറാ? അതിന് കുറച്ച് വില കൂടുതലല്ലേ ചേച്ചി? കുറച്ച് കുറഞ്ഞ എന്തെങ്കിലും പറയോ? എനിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അയ്യോ, അങ്ങനെയല്ല ചേച്ചി, പറ. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പച്ചി? എടി, അവക്ക് വേണ്ടെങ്കിൽ അത് എനിക്ക് കൊണ്ടുപോകും, ഞാൻ കഴിച്ചോളാം. എന്റെ അപ്പച്ചി അത് കഴിക്കുന്ന സാധനം അല്ല. പിന്നെ അതിങ്ങനെ ദേഹത്ത് തേക്കുന്നതാ. എന്നാലും എന്നെ കൊണ്ടുപോകും. അപ്പച്ചിക്ക് വേണ്ടത് ടൈഗർ ബാമും ടോർച്ചല്ലേ, അത് ഞാൻ കൊണ്ടുവന്നോളാം, അത് മതി. നിനക്ക് ഇപ്പൊ ഇത് കൊണ്ടുവരാൻ പറ്റുമോ? അല്ല, അപ്പച്ചിക്ക് എന്തിനാ ടോർച്ചും കത്തിച്ച് രാത്രി എവിടെ പോണേ? അത് ശരിയാണല്ലോ. അപ്പച്ചി വന്നപ്പോ തൊട്ട് പറയാൻ തുടങ്ങിയത് ഈ ടോർച്ചിന്റെ കാര്യം. ഈ ടോർച്ച് കത്തിച്ച് എങ്ങോട്ട് പോകാനാ രാത്രിയില്? അതും എനിക്ക് കറണ്ട് പോകുമ്പോ എനിക്ക് പുറത്തിറക്കി വന്ന് ഇറങ്ങാനാ. കറണ്ട് പോകുമ്പോ എന്തിനാ പുറത്തിറങ്ങുന്ന? അകത്തിരുന്നാ പോരെ? നിനക്കിപ്പോ ഈ 3 കൂട്ടം കൊണ്ടുവരാൻ പറ്റുമോ? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. അപ്പച്ചി എവിടെ പോകാനാ? എന്തിനു പോകാനാ? അല്ല, ദേഷ്യം വരുവോ? അപ്പച്ചി കൊണ്ടുവരും അവള്. നാളെ പറഞ്ഞാ മതിയല്ലോ. എനിക്ക് മനസ്സിലാവൂ. കൊണ്ടുവരും ഞാൻ. അപ്പച്ചി, അപ്പച്ചി ഇങ്ങനെ വഴക്കിട്ടിരിക്കല്ലേ? ഡേ, ഇങ്ങോട്ട് നോക്കേ, നോക്ക്.
അപ്പച്ചിക്കേ ഞാൻ ടോർച്ചും ടൈഗർ ബാമും മോയ്സ്ചറൈസറും വേണമെങ്കിൽ ഒരു ഒട്ടകത്തിനെ വരെ കൊണ്ടുവരും ഞാൻ. ഒട്ടകത്തിനെ കൂടെ കൊണ്ടുവരും. ഹേ സീതേച്ചി, ആ മനോഹര, അപ്പൊ തറവാട്ടിൽ അടിക്കലും പാരലപ്പോ സീതേച്ചി തന്നെ. ഒന്നും പറയണ്ട എന്റെ മനോഹര. ആൺകുട്ടികളെ ഭാര്യമാരെ തറവാട്ടിൽ നിർത്താണ്ട് കൂടെ കൊണ്ടുപോകാൻ നോക്കുമ്പോഴേ ഈ പണിയൊക്കെ പിന്നെ വേറെ ആര് ചെയ്യും?